ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിലെ 19-ാം ദിനം. നോമ്പിന്റെ ഈ കാലയളവിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും വചനധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ക്രിസ്തുവിന്റെ സംസർഗം കൂടുതൽ അനുഭവവേദ്യമായി തീരുവാനും നമുക്ക് ഇടയാകട്ടെ. അതിനുതകുന്നതാകട്ടെ നമ്മുടെ ധ്യാനം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ക്രിസ്തു ദൈവസ്നേഹത്തിന്റെ ഉദാത്തമായ അടയാളം. ഇതിനാസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 3 സുവിശേഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തതയുള്ള രചനാവൈഭവമാണ് വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷ രചനയിലൂടെ ലോകത്തിന് സമ്മാനിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും അവ തമ്മിലുള്ള ബന്ധവും സുവിശേഷകൻ ഇവിടെ പ്രതിപാദിക്കുന്നു. ദൈവമാണ് യേശുക്രിസ്തുവിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നതെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. പഴയ നിയമത്തിലെ ദൈവാവബോധം പുതിയ നിയമത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. പഴയ നിയമത്തിൽ ദൈവം അപ്രാപ്യനായിരുന്നു. ദൈവത്തെ കണ്ടാൽ തൊട്ടാൽ മരിക്കുമെന്ന വിശ്വാസബോധ്യത്തിൽ നിന്നും കൂടെ നടക്കുന്ന, കൂടെ പാർക്കുന്ന, ജീവിതാനുഭവങ്ങളിൽ കൈപിടിച്ചു നടത്തുന്ന ദൈവത്തെയാണ് പുതിയ നിയമം പരിചയപ്പെടുത്തുന്നത്. ഇവിടെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ ദൈവാനുഭവമാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. വാക്യം 18 അത് വ്യക്തമാക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16 പറയുന്നത് പോലെ നമ്മെയും ലോകത്തെയും ദൈവം ഏറെ സ്നേഹിച്ചതുകൊണ്ടാണ് സുപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. പക്ഷേ ഈ സ്നേഹം നാം പലപ്പോഴും മറന്നുപോകുന്നില്ലേ? ക്രിസ്തു അനുഭവിച്ചതായിട്ടുള്ള വലിയൊരു മാനസിക വ്യതയാണ് യോഹന്നാൻ ഇവിടെ 11-ാം വാക്യത്തിൽ പങ്കുവയ്ക്കുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശുവിനെ നേരിടേണ്ടി വന്ന വലിയൊരു തിരസ്കരണമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. 10-11 വാക്യങ്ങളിൽ പറയുന്നത് പോലെ തന്റെ കരവിരുതിനാൽ അവൻ ലോകം സൃഷ്ടിച്ചു. എന്നാൽ തന്റെ സൃഷ്ടി പാപത്തിൽ വീണ് നശിക്കുന്നത് കണ്ട് വീണ്ടെടുക്കുവാൻ മനുഷ്യനായി അവതരിച്ച് അവർക്കായി ക്രൂശിലേറിയ ദൈവത്തിന്റെ വലിയ സ്നേഹം മനുഷ്യൻ അറിയാതെ പോയി. ആ സ്നേഹം മനുഷ്യൻ സ്വീകരിക്കാതെ അവഗണിച്ചപ്പോൾ ക്രിസ്തുവിന്റെ ഉള്ളം വേദനിക്കുന്നുണ്ട്. നോമ്പിന്റെ ഈ നാളുകളിൽ ഈ ചിന്ത കൂടുതൽ അർത്ഥവത്താകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതവും പീഡാനുഭവവും ക്രൂശുമരണവും ഉയർപ്പും ധ്യാനിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്ന ഈ നാളുകളിൽ ഒന്ന് നാം തിരിച്ചറിയണം. അവൻ നമ്മെ സ്നേഹിച്ചതിനാലാണ് നമ്മെ വീണ്ടെടുക്കുവാൻ ജഡാവതാരം ധരിച്ചു വന്നത്. അത് ഓർക്കാതെ വീണ്ടും പാപാനുഭവങ്ങളിൽപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരായി തീരുമ്പോൾ നാം വീണ്ടും വീണ്ടും ക്രിസ്തുവിന്റെ മനസ്സ് വേദനിപ്പിക്കുകയല്ലേ? യഥാർത്ഥത്തിൽ ദൈവസ്നേഹം തിരിച്ചറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ആ മനസ്സറിയുവാനും അവിടുത്തെ കൈക്കൊള്ളുവാനുള്ള ആഗ്രഹവും തീരുമാനവും ഈ നാളുകളിൽ നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്രാപ്യനായിരുന്ന ദൈവം പ്രാപ്യനായി തീർന്നതിലൂടെ കാട്ടിത്തന്ന ആ സ്നേഹം പങ്കുവെക്കുന്നവരാകുവാനും നമുക്ക് സാധിക്കണം. നമ്മോട് കൂടെ നടക്കുന്ന, നമ്മുടെ ഇടയിൽ പാർക്കുന്ന ദൈവത്തെ, ആ ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാൻ ഈ നോമ്പിന്റെ നാളുകളിൽ ഏവർക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കായി ജനിച്ച് മരിച്ചു ഞങ്ങളെ വീണ്ടെടുത്ത പൊന്നു പിതാവേ, ആ സ്നേഹത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതായ നിന്നെ, ആ സ്നേഹത്തെ പലപ്പോഴും മറന്നുപോകുന്നു എന്ന വലിയ കുറവിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ സ്നേഹത്തിന്റെ വില തിരിച്ചറിയുവാനും നഷ്ടപ്പെടുത്താതെ അത് കൂടുതലായി അനുഭവിച്ചറിയുവാനും പങ്കുവെക്കുവാനും ഈ നോമ്പിൽ ഞങ്ങളെ സഹായിക്കണമേ. ഇനിയും നീ ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പാർത്ത് ഞങ്ങളെ വഴി നടത്തണമേ. ആമേൻ.